ഹായ് ഗൈസ്, വെൽക്കം ടു നമ്മുടെ ഫോക്കസ് ഏരിയ ഡിസ്കഷൻ. ഇങ്ങനെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് റിലാക്സേഷന് വേണ്ടി ഞാനൊരു ചെറിയ ചാപ്റ്റർ അങ്ങ് ഇട്ട് തരാൻ പോവാണ്. ഒരു വളരെ ചെറിയൊരു ചാപ്റ്റർ ഇൻ അവർ സുവോളജി ടോപ്പിക്, ദാറ്റ് ഈസ് ലിവിങ് വേൾഡ്. ഓക്കെ, ലിവിങ് വേൾഡിൽ നിങ്ങൾക്ക് ആകെ പഠിക്കാനുള്ളത് ഫോക്കസ് ഏരിയയെ സംബന്ധിച്ചിടത്തോളം രണ്ട് ടോപ്പിക്. വൺ ഇസ് സയന്റിഫിക് നെയിം ഓഫ് ഹ്യൂമൻ ബീങ് ആസ് വെൽ എസ് എന്താണ് നമ്മുടെ ഹൗസ് ഫ്ലൈൻ്റെ സയന്റിഫിക് നെയിമും, അതേപോലെ തന്നെ ടാക്സോണമിക്കൽ എയ്ഡ്സ് എന്ന് പറയുന്ന രണ്ട് ടോപ്പിക്കേ ഉള്ളൂ. അത് നമുക്ക് വേഗം അങ്ങ് ഒരൊറ്റ സെഷനിൽ അങ്ങ് ഡിസ്കസ് ചെയ്താലോ? നിങ്ങൾ എല്ലാവരും റെഡി അല്ലേ? സോ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ ചാപ്റ്റർ ലിവിങ് വേൾഡ്. ഓക്കെ, ലിവിങ് വേൾഡിൽ നമുക്ക് പഠിക്കാനുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞു, മാൻ, ഹ്യൂമൻ ബീങ്ങിന്റെ എന്താണ് scientific name of human being. ഇത് മാത്രം അറിഞ്ഞാൽ മതി. ദാറ്റ് ഈസ് ഹോമോ സാപ്പിയൻസ് ഇസ് ദ സയന്റിഫിക് നെയിം ഓഫ് ഹ്യൂമൻ ബീങ്. ഹോമോ സാപ്പിയൻസ്. ഇതിൽ ഹോമോ എന്ന് പറയുന്നത് എന്താ? ഹോമോ എന്ന് പറയുന്നത് ജീനസിന്റെ പേരാണ് കേട്ടോ, ജീനസിന്റെ പേരാണ്. ആൻഡ് സാപ്പിയൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ സ്പെസിഫിക് നെയിം അല്ലെങ്കിൽ സ്പെസിഫിക് എപ്പിത്തറ്റ് എന്നൊക്കെ പറയും. ദാറ്റ് ഈസ് സ്പീഷീസിന്റെ പേരാണ്. ഹോമോ മീൻസ് ജീനസിന്റെ പേരും, സ്പീഷീസ് എന്ന് പറയുന്നത് എന്തിന്റെ പേരാണ്? സാപ്പിയൻസ് പറയുന്നത് എന്തിന്റെ പേരാണ്? സ്പീഷീസിന്റെ പേരാണ്. ഹോമോ മീൻസ് ജീനസിന്റെ പേരാണ് ആൻഡ് സാപ്പിയൻസ് ഇസ് സ്പീഷീസിന്റെ പേരാണ്. ദാറ്റ്സ് ഓൾ. ഓക്കെ, ഈ ജീനസ് സ്പീഷീസ് എന്നൊക്കെ പറയുന്നത് എന്താ? ഡിഫറെന്റ് റാങ്ക്സ് ആണ്. ഓക്കെ, ഡിഫറെന്റ് റാങ്ക് എന്ന് പറയും. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ ജീനസ് സ്പീഷീസ് എന്നൊക്കെ പറയുന്നത്. ആക്ച്വലി ഒരു കിങ്ഡം ഉണ്ട്. കിങ്ഡം ഇസ് ഡിവൈഡഡ് ഇൻ ടു ഫൈലം. അത് കഴിഞ്ഞു വെച്ചാൽ എന്ത് വരും? കിങ്ഡം, ഫൈലം, കിങ് പോട്ട്, ക്ലീൻ. ദാറ്റ് ഇസ് ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ്. ഇതെന്തോ എഴുതി വെച്ചിരിക്കുന്നത് വിചാരിക്കും, KPCOFGS. ഓക്കെ, കിങ്ഡം, K, ദാറ്റ് ഇസ് കിങ്, പോട്ട്, ക്ലീൻ, ഓർ ഫാമിലി, ഗോസ്, സിക്ക്. അതായത് കിങ് പോർട്ട് ക്ലീൻ ആയിട്ട് ഇരുന്നില്ലെങ്കിൽ അയാളുടെ ഫാമിലി സിക്ക് ആയി പോകും. ദാറ്റ് ഇസ് ദ ഷോർട്ട് കട്ട് മെത്തേഡ് ഫോർ ദാറ്റ്. ഓക്കെ, അപ്പോൾ കിങ്ഡം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, കിങ്ഡം എന്ന് പറയുമ്പോൾ ആരൊക്കെ വരും? പ്ലാൻ കിങ്ഡം ഉണ്ട്, ആനിമൽ കിങ്ഡം ഉണ്ട്. അതാണ് നിങ്ങൾക്ക് മേജർ ആയിട്ട് അറിയുന്ന രണ്ട് കിങ്ഡം. ഓക്കെ, ഫൈലം എന്ന് പറയുമ്പോൾ നിങ്ങൾ ആനിമൽ കിങ്ഡത്തിൽ ഒരുപാട് ഫൈലംസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ അത് ആനിമൽസിൽ വരുന്നതാണ്. ഡിവിഷൻസ് ആയിരിക്കും ആരിൽ വരുന്നുണ്ടാവുക? പ്ലാന്റ്സിൽ വരുന്നുണ്ടാവുക. ക്ലീൻ, ദാറ്റ് ഇസ് ക്ലാസ്. അതിന്റെ അടിയിൽ വരുന്ന ചെറിയ കാറ്റഗറീസിനെ പറയുന്ന പേരാണ് ക്ലാസ്. അത് കഴിഞ്ഞാൽ ഓർഡർ വരും, പിന്നെ ഫാമിലി വരും, പിന്നെ ജീനസ് വരും, സ്പീഷീസ് വരും. അത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഷോർട്ട് കട്ട് മാത്രമാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. ബാക്കിയെല്ലാം ഇവിടെ കിടക്കുന്നുണ്ട്. ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ് അത് ഇവിടെ കിടക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയും ഡീറ്റെയിൽ ഒന്നും നിങ്ങൾക്ക് വേണ്ട. നിങ്ങൾക്ക് ആകെ പഠിക്കാനുള്ളത് എന്താ? രണ്ടെണ്ണത്തിന്റെ സയന്റിഫിക് നെയിം മാത്രമാണ്. വൺ ഇസ് ദാറ്റ് ഓഫ് മാൻ ആൻഡ് ദി അതർ വൺ ഇസ് ദാറ്റ് ഓഫ് ഹൗസ് ഫ്ലൈ. രണ്ടും പഠിച്ചേക്കാം. മാൻ്റെ നിങ്ങൾ ഓൾറെഡി പഠിച്ചല്ലോ. ഹോമോ മീൻസ് ജീനസ് ആണ്, ജീനസ് നെയിം ആണ്. സാപ്പിയൻസ് ഇസ് സ്പീഷീസ് നെയിം. ഓക്കെ, നമ്മൾ ഹാൻഡ് റിട്ടൺ ആയിട്ട് എഴുതുമ്പോൾ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് അണ്ടർലൈൻ ചെയ്യണം. ആദ്യത്തെ ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ, സ്പീഷീസ് തുടങ്ങുന്നത് സ്മോൾ ലെറ്റർ വഴിയാണ്. ഓക്കെ, അത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ആൻഡ് ഹൗസ് ഫ്ലൈന്റെ സയന്റിഫിക് നെയിം ആണ് മുസ്ക ഡൊമസ്റ്റിക്ക. അപ്പൊ ഈ മുസ്ക എന്തായിരിക്കും? മുസ്ക ഇസ് ദ ജീനസ് നെയിം, Domestica is the species name. Musca is the genus name and Domestica is the species name. അപ്പോൾ നിങ്ങൾ ആരുടെയൊക്കെ സയന്റിഫിക് നെയിം പഠിച്ചു? ഹ്യൂമൻ ബീങ്ങിന്റെ, ദാറ്റ് ഇസ് മാൻ്റെ സയന്റിഫിക് നെയിമും പഠിച്ചു, ആസ് വെൽ as ഹൗസ് ഫ്ലൈൻ്റെ സയന്റിഫിക് നെയിമും പഠിച്ചു. ഇത് ഫസ്റ്റ് ടോപ്പിക് കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത ടോപ്പിക്കിലോട്ട് പോവാണ്. ദാറ്റ് ഇസ് ടാക്സോണമിക്കൽ എയ്ഡ്സിൽ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. ഹെർബേറിയം, ബൊട്ടാനിക്കൽ ഗാർഡൻ, മ്യൂസിയം, സുവോളജിക്കൽ പാർക്ക്, കീ, മോണോഗ്രാഫ്, മാനുവൽ, ഫ്ലോറ എന്ന് പറയുന്ന കുറച്ച് ടോപ്പിക്സ് ആണ് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഈ ടാക്സോണമിക്കൽ എയ്ഡ്സ് എന്തിനാ? ടാക്സോണമി എന്ന് പറഞ്ഞു വെച്ചാൽ ഈ ആക്ച്വലി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഈ പറയുന്ന ആനിമൽസിനെയൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട്, ആനിമൽസിനെയും പ്ലാന്റ്സിനെയും ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് അവരെ കൊച്ചു ഗ്രൂപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യും. ഓക്കെ, ക്ലാസിഫൈ ചെയ്തിട്ട് വി ആർ ലേണിംഗ് അബൌട്ട് ദാറ്റ്, സ്റ്റഡിങ് അബൌട്ട് ദാറ്റ്. അതാണ് ടാക്സോണമി എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ടാക്സോണമിക്ക് സഹായിക്കുന്ന എയ്ഡ്സിനെ, ഓക്കെ, അതായത് ടാക്സോണമിക്ക് ഹെൽപ്പ് ചെയ്യുന്ന
ഉപകരണങ്ങൾ അല്ലെങ്കിൽ എയ്ഡ്സിനെ പറയുന്ന പേരാണ് ടാക്സോണമിക്കൽ എയ്ഡ്സ്. സോ ഇതൊക്കെയാണ് ആ ടാക്സോണമിക്കൽ എയ്ഡ്സ്. ഞാൻ പേര് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല, കാരണം ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുണ്ട്. ആദ്യം നമ്മൾ ഹെർബേറിയം ആണ് പറയാൻ പോകുന്നത്. ഹെർബേറിയം ഇസ് നത്തിങ് ബട്ട് കുറെ ഷീറ്റ്സ് ആണ്. ഓക്കെ, കുറെ ഷീറ്റ്സ് ഓഫ് പേപ്പർ. ആ ഷീറ്റ്സ് ഓഫ് പേപ്പറിൽ നമ്മൾ എന്ത് ചെയ്യും, കുറെ പ്ലാന്റ് സ്പെസിമെൻസ് കളക്ട് ചെയ്യും. ഓക്കെ, ഇപ്പൊ ഞാനൊരു ലീഫ്, ഇവിടെ ഇരിക്കുന്ന ഒരു ലീഫ് എടുത്തു എന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ ഒരു പ്ലാന്റ് സ്പെസിമെൻ എടുത്തു. ആ പ്ലാന്റ് സ്പെസിമെൻ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ ഷീറ്റ് ഓഫ് പേപ്പറിൽ നമ്മൾ പതിച്ചു വെക്കും. ഓക്കെ, പതിച്ചു വെക്കും. എന്നിട്ട് നമ്മൾ അത് എവിടെ നിന്നാണോ കളക്ട് ചെയ്തത് ആ കളക്ട് ചെയ്ത സ്ഥലത്തിന്റെ പേര് എഴുതും. ഓക്കെ, കളക്ട് ചെയ്ത സ്ഥലത്തിന്റെ പേര് എഴുതും. ആൻഡ് അതർ ഡാറ്റ, ദാറ്റ് ഈസ് ആരാണ് കളക്ട് ചെയ്തതിന് ശേഷം ആ പ്ലാന്റിന്റെ സയന്റിഫിക് നെയിം എന്താണ്, അതേപോലെ തന്നെ ആ പ്ലാന്റിന്റെ കോമൺ നെയിം, ആ ഭാഗത്ത്, ആ കളക്ട് ചെയ്ത ഭാഗത്ത് ആ പ്ലാന്റിനെ വിളിക്കുന്ന പേര് എന്താണ്, അത്രയും ഡീറ്റെയിൽസ് നമ്മൾ എന്ത് ചെയ്യും, ആ പേപ്പറിൽ എഴുതി വെക്കും. ആ പേപ്പറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹെർബേറിയം ഷീറ്റ് എന്നാണ് നമ്മൾ ആ പേപ്പറിനെ വിളിക്കുന്ന പേര്. ഓക്കെ, ഹെർബേറിയം ഷീറ്റ്സ് ആർ നത്തിങ് ബട്ട്, ഹെർബേറിയം ഷീറ്റ്സ് എന്താണ്, കുറെ പ്ലാന്റ് സ്പെസിമെൻസിനെ ഒട്ടിച്ചു വെക്കുകയാണ്. ഓക്കെ, ഡ്രൈ ചെയ്ത് പ്രിസർവ് ചെയ്ത്, ചില പ്രിസർവേറ്റീവ് സൊല്യൂഷൻസ് ഒക്കെ ഉണ്ട്, ആ സൊല്യൂഷൻസിൽ ഇട്ടിട്ട് നമ്മൾ അതിനെ പ്രിസർവ് ചെയ്ത് ഡ്രൈ ചെയ്തിട്ട് എന്ത് ചെയ്യും, ചില പേപ്പേഴ്സിൽ ഇങ്ങനെ ഒട്ടിച്ചു വെക്കും. ആ പേപ്പറിനെ വിളിക്കുന്ന പേരാണ് ഹെർബേറിയം ഷീറ്റ്. അതിൽ ഒട്ടിച്ചു വെച്ചതിന് ശേഷം ചില ഡാറ്റാസ് നമ്മൾ അതിൽ റെക്കോർഡ് ചെയ്ത് വെക്കും. ആരാണ് കളക്ട് ചെയ്തത്, പ്ലേസ് ഓഫ് കളക്ഷൻ, അതേപോലെ തന്നെ അതിന്റെ സയന്റിഫിക് നെയിം എന്താണ്, അതിന്റെ കോമൺ നെയിം എന്താണ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആ ഷീറ്റിൽ എഴുതി വെച്ചതിന് ശേഷം നമ്മൾ അത് എടുത്തു വെക്കും, പ്രിസർവ് ചെയ്ത് വെക്കും. അതിനെയാണ് നമ്മൾ ഹെർബേറിയം ഷീറ്റ് എന്ന് വിളിക്കുക. അതിന്റെ ഒരു കളക്ഷനെ നമ്മൾ ഹെർബേറിയം എന്ന് വിളിക്കും. ഓക്കെ, അതിന്റെ ഒരു കളക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹെർബേറിയം എന്താന്നുള്ള ഒരു ഐഡിയ കിട്ടിയോ? അത് പ്ലാന്റ് സ്പെസിമെൻസിനെ കുറിച്ച് പഠിക്കാനുള്ള ഒരു ഉപകരണമാണ്. Now we are moving on to the next, that is botanical garden. ബൊട്ടാനിക്കൽ ഗാർഡൻ എന്ന് പറയുമ്പോൾ പേരും തന്നെ ക്ലിയർ ആണ്, ഗാർഡൻ ആണ്. ബൊട്ടാനിക്കൽ ഗാർഡൻ കുറെ പ്ലാന്റ്സ് ആയിരിക്കും അവിടെ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഓക്കെ, പ്ലാന്റ്സ് നമ്മളുടെ സയന്റിഫിക് സ്റ്റഡീസിനും റെഫറൻസിനും വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, അവിടെ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ലിവിങ് പ്ലാന്റ്സ് ആണ്. ഓക്കെ, ജീവനുള്ള പ്ലാന്റ്സ് തന്നെയാണ്, മണ്ണിൽ അങ്ങനെ കുഴിച്ചിട്ടുള്ള ഒരു ഗാർഡൻ അറേഞ്ച്മെന്റ് ആണ്. എന്നിട്ട് ആ പ്ലാന്റ്സിന്റെ മുകളിലൊക്കെ അതിന്റെ സയന്റിഫിക് നെയിം ഒക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും. സയന്റിഫിക് നെയിമും കോമൺ നെയിമും ഒക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുള്ള ആ പ്ലാന്റ്സിന്റെ ആ ഒരു കൂട്ടം, ഒരു ഗാർഡൻ, ദാറ്റ് ഈസ് കോൾഡ് എസ് ബൊട്ടാനിക്കൽ ഗാർഡൻ. നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കാനായിട്ട്, അതിന്റെ സയന്റിഫിക് നെയിം ഒക്കെ പഠിക്കാനും, അതിന്റെ എന്താ പറയാ ഡെവലപ്മെന്റ്, അങ്ങനെ പല കാര്യങ്ങളും പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെ പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ദാറ്റ് ഈസ് ബൊട്ടാനിക്കൽ ഗാർഡൻ. ഈ ബൊട്ടാനിക്കൽ ഗാർഡനിൽ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ദിസ് ഇസ് ലാർജസ്റ്റ് ബൊട്ടാനിക്കൽ ഗാർഡൻ ഇസ് Royal Botanical Garden. It is not Real Botanical Garden, it is Royal Botanical Garden. ലണ്ടനിലുള്ളതാണ് Royal Botanical Garden. ആൻഡ് നമ്മുടെ ഇന്ത്യയിലെ ലാർജസ്റ്റ് ബൊട്ടാനിക്കൽ ഗാർഡൻ ഇസ് ഇൻ ഹൗറ. ലക്നൌവിലുള്ള ഹൗറയിലാണ് ദ ലാർജസ്റ്റ് ബൊട്ടാനിക്കൽ ഗാർഡൻ ഇൻ ഇന്ത്യ, ദാറ്റ് ഇസ് ഇന്ത്യൻ ബൊട്ടാനിക്കൽ ഗാർഡൻ. ഈ രണ്ട് പേരും കൂടെ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കാം. വേൾഡിലെ ലാർജസ്റ്റ് ബൊട്ടാനിക്കൽ ഗാർഡൻ ഇസ് റോയൽ ബൊട്ടാനിക്കൽ ഗാർഡൻ, ലണ്ടനിലുള്ളതാണ്. ആൻഡ് Indian Botanical Garden, ഇന്ത്യയിലെ ലാർജസ്റ്റ് ഇസ് ഇന്ത്യൻ ബൊട്ടാനിക്കൽ ഗാർഡൻ വിച്ച് ഇസ് ലൊക്കേറ്റഡ് ഇൻ ഹൗറ, ഇന്ത്യ. ഇനി നമുക്ക് സുവോളജിക്കൽ പാർക്സിലോട്ട് പോകാം. നിങ്ങൾക്ക് ഏറ്റവും പരിചയമുള്ള ഒരു കാര്യമാണ് സൂ എന്ന് പറയുന്നത്. ഓക്കെ, തൃശ്ശൂർ സൂ ആയിരിക്കും നിങ്ങൾക്ക് ഏറ്റവും കോമൺ ആയിട്ട് ഇവിടെ തൃശ്ശൂരിലുള്ളത്. പിന്നെ നമ്മുടെ കേരളത്തിൽ വേറെയും കുറെ സ്ഥലത്തൊക്കെ ഉണ്ട്. സൂ എന്താണ്? ഇറ്റ് ഈസ് പ്രിസർവേഷൻ ഓഫ് വാട്ട്, ആനിമൽസ്. ഓക്കെ, ആനിമൽസിനെ കേജിലിട്ട് അടച്ചു വെച്ചിരിക്കുകയാണ്. അവരുടെ ഹാബിറ്റാറ്റ്, അവരുടെ ഈറ്റിംഗ് ഹാബിറ്റ്സ് എന്തൊക്കെയാണ്, അവരുടെ ഹാബിറ്റാറ്റ് എന്തൊക്കെയാണ്, അവരെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് അവരെ വെൽ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള കുറെ കേജസിൽ വെച്ചിട്ടുള്ള ആ ഒരു മെത്തേഡ്, ആ ഒരു സിസ്റ്റത്തിനെ പറയുന്ന പേരാണ് zoological park. Where these are all specialized places where living animals are kept, okay, in protected environment. Protected environment എന്ന് പറയുന്നത് ഈ കേജിലാണ്. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് പറയാ, സുവോളജിക്കൽ പാർക്ക് എന്ന് വിളിക്കുക. സുവോളജിക്കൽ പാർക്ക്, ദാറ്റ്സ് ഓൾ. ഓക്കെ, അത് നാച്ചുറൽ ഹാബിറ്റാറ്റ് പോലെ ഒന്നും ഇരിക്കില്ല, കേജിലായിരിക്കും പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. മ്യൂസിയം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മ്യൂസിയം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്. ആ മ്യൂസിയം എടുത്ത് നോക്കുകയാണെങ്കിൽ, ഒരു മ്യൂസിയത്തിൽ പോയി നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇങ്ങനെ കുറേ ആനിമൽസിന്റെയും പ്ലാന്റ് സ്പെസിമെൻസിന്റെയും ഒക്കെ കളക്ഷൻസ് കാണാൻ പറ്റും. ഓക്കെ, കളക്ഷൻസ്, അതായത് ഈ ആനിമൽസിനെയൊക്കെ സ്റ്റഫ് ചെയ്ത് വെക്കുക എന്ന് പറയും. അതായത് പ്രിസർവ് ചെയ്ത് ഡ്രൈ ചെയ്ത് ഇങ്ങനെ സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അങ്ങനെ ആനിമൽസിന്റെ സ്ട്രക്ചേഴ്സ് കാണും. അതുപോലെ തന്നെ അവരുടെ സ്കെലിറ്റൺ ഒക്കെ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും മ്യൂസിയത്തിൽ. ഓക്കെ, എലിഫന്റിയും അതുപോലെ തന്നെ ഡിനോസറിന്റെ ഒക്കെ സ്കെലിറ്റൺ വെച്ചിട്ടുള്ള കണ്ടിട്ടില്ലേ മ്യൂസിയത്തിൽ? അതേപോലെ തന്നെ കുറെ ബേർഡ്സിനെയൊക്കെ ഇങ്ങനെ സ്റ്റഫ് ചെയ്ത് ഡ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടാവും.
പിന്നെ എന്താണ് ഇൻസെക്ട്സ് ആണെന്ന് വിചാരിച്ചോ. ഇൻസെക്ട്സിനെയൊക്കെ ചില ബോക്സിന്റെ ഉള്ളിൽ ഇങ്ങനെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും, കില്ല് ചെയ്ത് ഡ്രൈ ചെയ്തിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഓക്കെ, ചെറിയ ചെറിയ ബോക്സിലാക്കിയിട്ട്. ആ ബോക്സിന് നമ്മൾ വാസ്ക്യൂലം എന്നൊക്കെ പറയും. വാസ്ക്യൂലം എന്ന് പറയുന്ന ബോക്സിൽ ഇൻസെക്റ്റിനെയൊക്കെ കില്ല് ചെയ്ത് എന്ത് ചെയ്യും, നമ്മൾ ഡ്രൈ ചെയ്ത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇതിന്റെയൊക്കെ കളക്ഷൻസ് നമുക്ക് എവിടെ കാണാൻ പറ്റും? മ്യൂസിയത്തിൽ കാണാൻ പറ്റും. മ്യൂസിയത്തിൽ കാണാൻ പറ്റും. ഇതിനെയൊക്കെ നമ്മൾ ഇങ്ങനെ പ്രിസർവ് ചെയ്ത് വെക്കണമെങ്കിൽ ഡെഫിനറ്റ്ലി വി റിക്വയർ സർട്ടൻ പ്രിസർവേറ്ററി സൊല്യൂഷൻസ്. അതേപോലെ തന്നെ നമുക്ക് എന്ത് വേണ്ടി വരും? ഡെഫിനറ്റ്ലി നമുക്ക് കണ്ടെയ്നേഴ്സ്, ജാർസോ അതേപോലെ തന്നെ പ്രിസർവേറ്ററി സൊല്യൂഷൻസ് ഒക്കെ വേണ്ടി വരും. We will collect that insect, we will kill that and we will pin that in a box. അങ്ങനെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, ഇതിനൊക്കെ മ്യൂസിയത്തിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവുക. ഓക്കെ, now we are moving on to the next, that is last one, key. കീയും പിന്നെ കുറച്ച് കാര്യങ്ങളും കൂടെ പറയാനുണ്ട്. കീ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ ഈ പറയുന്ന പ്ലാന്റ്സിനെയും ആനിമൽസിനെയും കുറിച്ച് പഠിക്കുക തന്നെയാണ്. എങ്ങനെയാ പഠിക്കുന്നത്? അവരുടെ കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് വെച്ചിട്ട്, അവരുടെ കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അവരെ പഠിക്കുന്നത്. അവരുടെ ചില ഡിഫറൻസസ് പഠിച്ചിട്ടായിരിക്കും നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ടാവുക. ഓക്കെ, കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ്, അതായത് അവർക്ക് സ്വിം ചെയ്യാൻ പറ്റുമോ, ഓർ ദേ ആർ നോട്ട് ഏബിൾ ടു സ്വിം, നോട്ട് സ്വിം. അങ്ങനെ കുറെ കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ. അതേപോലെ തന്നെ അവർക്ക് നടക്കാൻ പറ്റുമോ, ദേ ആർ കവേർഡ് വിത്ത് ഫെദേഴ്സ് ഓർ നോട്ട്, ഓക്കെ, ദേ ആർ കവേർഡ് വിത്ത് ഹെയർസ് ഓർ നോട്ട്. അങ്ങനെ കുറെ കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് എടുത്തിട്ട് നമ്മൾ അവരെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് കീ. ഓക്കെ, ആ കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കപ്ലെറ്റ്. ആ ഒരു പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടറിനെ വിളിക്കുന്ന പേര്, ഒരു പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടർ. ഫോർ എക്സാമ്പിൾ, സ്വിം, cannot swim. അതൊരു പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ആണല്ലോ. ഈ കോൺട്രാസ്റ്റിംഗ് പെയറിനെ, ഓക്കെ, ഈ കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സിന്റെ ഒരു പെയറിനെ നമ്മൾ എന്ത് വിളിക്കും? കപ്ലെറ്റ് എന്ന് വിളിക്കും. അതേപോലെ കീയിലെ ഓരോ സെന്റൻസിനെയും, ഓക്കെ, ദിസ് ആനിമൽ ക്യാൻ സ്വിം എന്നൊക്കെ പറയുന്ന ഓരോ സെന്റൻസസ് ഉണ്ടാവും കീയില്. ആ ഓരോ സെന്റൻസിനെയും നമ്മൾ എന്ത് വിളിക്കും? ലീഡ് എന്ന് വിളിക്കും. And these pair of contrasting characters are called as couplet. അതിലെ ഓരോ സെന്റൻസിനെയും നമ്മൾ എന്ത് വിളിക്കും? ലീഡ് എന്ന് വിളിക്കും. കീ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് എ ടാക്സോണമിക്കൽ എയ്ഡ് used for identification of animals and plants തന്നെയാണ്. It is based on similarities and dissimilarities, that is contrasting characters. ആ ഒരു പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടറിനെ കപ്പിൾ എന്നും അതിലെ ഓരോ സെന്റൻസിനെയും നമ്മൾ എന്ത് വിളിക്കും? ലീഡ് എന്നും വിളിക്കും. ഓക്കെ, each statement in the key is called as lead. Now we are moving on to other taxonomical aids. ഏതൊക്കെയാ other taxonomical aids? Flora, manuals, monographs and catalogs. Flora പേര് തന്നെ ക്ലിയർ ആണ്. ഫ്ലോറ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്ലോറ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി അക്കൗണ്ട്, ഓക്കെ, അക്കൗണ്ട് ഓഫ് പ്ലാന്റ് ലൈഫ് ദാറ്റ് ഈസ് ഒക്കറിംഗ് ഇൻ എ പെർട്ടിക്കുലർ റീജിയൻ. ഫ്ലോറ നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുണ്ടാവും. ഫ്ലോറ എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാ അല്ലെ. അതായത് ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ ഒരു പെർട്ടിക്കുലർ ടൈമിൽ കാണപ്പെടുന്ന പ്ലാന്റ്സിനെ നമ്മൾ വിളിക്കുന്ന പേര്, ആ പ്ലാന്റ്സിന്റെ അക്കൗണ്ടിനെ വിളിക്കുന്ന പേര്, ആ ഒരു അക്കൗണ്ട് നമ്മൾ ഒരു ബുക്കിലാക്കി വെച്ചിട്ടുണ്ടാവും. ഇപ്പൊ ഞാനൊരു പെർട്ടിക്കുലർ ഏരിയ എടുക്കുകയാണ്, അവിടെ ആ ഭാഗത്ത് കാണുന്ന പ്ലാന്റ്സിനെ കുറിച്ചുള്ള ഒരു അക്കൗണ്ട് ബുക്ക്, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫ്ലോറ. ക്ലിയർ ആയല്ലോ? ഇനി മാനുവൽ എന്ന് പറഞ്ഞാൽ എന്താ? മാനുവൽ എന്ന് പറഞ്ഞു വെച്ചാൽ ആക്ച്വലി അതും പ്ലാന്റ് സ്പീഷീസ് തന്നെയാണ്. ആ പ്ലാന്റ് സ്പീഷീസിനെ ലിസ്റ്റ് ചെയ്യാൻ മാത്രമല്ല, നമ്മൾ അതിനൊരു ചെറിയ ഡിസ്ക്രിപ്ഷനും കൂടെ കൊടുക്കും. കുറച്ച് ഡിസ്ക്രിപ്ഷൻ, അതിനെ ആ ഏരിയയിൽ കാണുന്ന പ്ലാന്റ് സ്പീഷീസ് എടുത്തതിന് ശേഷം നമ്മൾ അതിനെക്കുറിച്ച് കുറച്ച് ഡിസ്ക്രിപ്ഷനും കൂടെ കൊടുത്തിട്ടുള്ള ഒരു ബുക്കാണ് മാനുവൽ. ഓക്കെ, ഫ്ലോറ ലിസ്റ്റിംഗ് ഉണ്ടാവുള്ളൂ. അത് ലിസ്റ്റിംഗ് പ്ലസ് ഡിസ്ക്രിപ്ഷൻ വരുമ്പോൾ നമ്മൾ അതിനെ എന്ത് വിളിക്കും? മാനുവൽ എന്ന് വിളിക്കും. മോണോഗ്രാഫ്, മോണോ മീൻസ് സിംഗിൾ, ഓക്കെ, ഒരൊറ്റ എണ്ണം. ഓക്കെ, എന്തൊരൊറ്റ എണ്ണം? ഒരൊറ്റ ടാക്സോൺ. ടാക്സോൺ എന്ന് പറഞ്ഞാൽ എന്താ? ഒരൊറ്റ കിങ്ഡോ, ഓരോ റാങ്കിനെയാണ് നമ്മൾ ടാക്സോൺ എന്ന് വിളിക്കുക. ഇറ്റ് ക്യാൻ ബി അബൌട്ട് എ കിങ്ഡം, ഇറ്റ് ക്യാൻ ബി അബൌട്ട് എ ഫൈലം ഓർ ക്ലാസ്, ഓർഡർ, ജീനസ്, സ്പീഷീസ്. ഏതെങ്കിലും ഒരു ടാക്സോൺ, ഏതെങ്കിലും ഒരു റാങ്കിനെ കുറിച്ച് മാത്രം, ഏതെങ്കിലും ഒരു ടാക്സോൺ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റാങ്കിനെ കുറിച്ച് മാത്രമുള്ള ഒരു ബുക്ക്, ഒരു കളക്ഷൻ, ഒരു ഡാറ്റയെ നമ്മൾ വിളിക്കുന്ന പേരാണ് മോണോഗ്രാഫ്. ഇറ്റ് കണ്ടെയ്ൻസ് സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് എ പർട്ടിക്കുലർ ടാക്സോണമിക് ഗ്രൂപ്പ്. ഒരു പെർട്ടിക്കുലർ ടാക്സോണിനെ കുറിച്ചുള്ള വിവരങ്ങൾ മാത്രം അടങ്ങുന്ന ഒരു ബുക്കിനെ പറയുന്ന പേരാണ് മോണോഗ്രാഫ്. ആൻഡ് ഫൈനലി വി ഹാവ് കാറ്റലോഗ്. കാറ്റലോഗ് എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ഏരിയ നമ്മൾ എടുക്കുകയാണെങ്കിൽ അവിടെ കാണുന്ന എല്ലാ സ്പീഷീസിനെയും,
ഓക്കെ, ആ പെർട്ടിക്കുലർ ഏരിയയിൽ കാണുന്ന എല്ലാ സ്പീഷീസിനെയും ഒരു ഡിക്ഷണറി പോലെ, ഓക്കെ, ഒരു കാറ്റലോഗ് ഒക്കെ നിങ്ങൾക്ക് എന്താ പറയുക, ഒരു കല്യാൺ സിൽക്സിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഏരിയയിലോട്ട് പോകുമ്പോൾ, ലൈക്ക് ഒരു ടെക്സ്റ്റൈൽസിലൊക്കെ പോകുമ്പോൾ കാറ്റലോഗ് തരില്ലേ കാണാനായിട്ട്, ആ കാറ്റലോഗിൽ ഇങ്ങനെ ആൽഫബറ്റിക് ഓർഡറിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, ഡിക്ഷണറിയിലുള്ള പോലെ തന്നെ. ഓക്കെ, അവിടെ കാണുന്ന എല്ലാ സ്പീഷീസിനെയും, ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ കാണുന്ന എല്ലാ സ്പീഷീസിനെയും അതിൻ്റെ ആൽഫബറ്റിക് ഓർഡറിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ബുക്കിനെ വിളിക്കുന്ന പേരാണ് കാറ്റലോഗ്. ലിസ്റ്റിംഗ് ഓൾ സ്പീഷീസ് ഓർഗനൈസ്ഡ് ആൽഫബറ്റിക്കലി. ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ കാണുന്ന എല്ലാ സ്പീഷീസിനെയും ആൽഫബറ്റിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ബുക്കിനെ പറയുന്ന പേരാണ് കാറ്റലോഗ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ലിവിങ് വേൾഡ് എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ദാറ്റ് ഇസ് മാൻ്റെയും അതുപോലെ ഹൗസ് ഫ്ലൈൻ്റെയും സയന്റിഫിക് നെയിം, ആൻഡ് വി ഹാഡ് ഡിസ്കസ്ഡ് സർട്ടൻ ടാക്സോണമിക്കൽ എയ്ഡ്സ്. ഹെർബേറിയം ഡിസ്കസ് ചെയ്തു, മ്യൂസിയം, ബൊട്ടാനിക്കൽ ഗാർഡൻ, സുവോളജിക്കൽ പാർക്ക്, കീ, അത് കഴിഞ്ഞതിന് ശേഷം ഫ്ലോറ, മാനുവൽ, മോണോഗ്രാഫ്, കാറ്റലോഗ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പറയാനുള്ളത്. ഐ തിങ്ക് ദിസ് ചാപ്റ്റർ ഇസ് വെരി സിമ്പിൾ. ഒരു ചെറിയ ചാപ്റ്റർ ആണ്, നിങ്ങൾക്ക് സുഖമായിട്ട് ഫുൾ മാർക്സ് സ്കോർ ചെയ്യാവുന്ന ചാപ്റ്റർ ആണ്. സോ ലേൺ ദിസ് ബൈ ദിസ് വീഡിയോ ഇറ്റ് സെൽഫ്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പഠിക്കുക, ഇതിനായിട്ട് വീണ്ടും എക്സ്ട്രാ ടൈം ചെലവാക്കണ്ട. സോ താങ്ക് യു ഫോർ ടുഡേ, ബൈ ഫോർ ടുഡേ. എല്ലാവരും ടേക്ക് കെയർ. ഓക്കെ, എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയായിട്ട് തന്നെ പോട്ടെ, എക്സാം ഒക്കെ നന്നായി എഴുതാൻ പറ്റട്ടെ, അതിനുള്ള പ്രിപ്പറേഷൻസും നന്നായിട്ട് പോട്ടെ. സോ ബൈ, താങ്ക് യു. വി വിൽ മീറ്റ് വിത്ത് അനദർ വണ്ടർഫുൾ വീഡിയോ.